സമയം 11 മണി കഴിയുമ്പോൾ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ഉണ്ട്, വിനീത് ശ്രീനിവാസനുമുണ്ട്. നിങ്ങൾക്കറിയോ, 8 വർഷമാണ് വിനീത് കല്യാണം കഴിക്കാൻ പോകുന്ന ആ കുട്ടിയെ പ്രണയിച്ചേ. വിനീത് ഇത്രയും നീണ്ട ഈ കാലയളവിൽ വേറെ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നൂലല്ലോ. ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ ഏറ്റവും മോശം മൊമെൻറ്റ്സിൽ വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണിവർ. അപ്പം നമ്മൾ വേറൊരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര നന്ദിയോടും കൂടിയിട്ടാണ്. ഫിസിക്കൽ അട്രാക്ഷൻ നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുമല്ലോ. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർ കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കൽ അട്രാക്ഷൻ തോന്നും. പെൺകുട്ടിക്ക് ഇങ്ങോട്ടും ആണുങ്ങളോട് തോന്നുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബട്ട് ദർ ഇസ് ദിസ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രയും നന്നായിട്ട് മനസ്സിലാക്കുന്ന, നമ്മൾ അത്രയും നന്നായിട്ട് അറിയുന്ന വേറൊരാളെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. സോ യു ഓൾവേസ് മേക്ക് ദാറ്റ് ലൈൻ. ഇത് ചിലർക്കുള്ള ഒരു മറുപടിയാണ്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഞാനൊരു റിലേഷൻഷിപ്പിലാണ്, എനിക്ക് വേറൊരാളോടും കൂടെ അട്രാക്ഷൻ തോന്നാന്ന്. നമ്മൾ ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരിക്കലും മനസ്സിലേക്ക് വേറൊരാൾ കടന്നു വരില്ല. ഇപ്പോൾ പക്ഷേ റീനുവിൻ്റെയും വിനീത് ശ്രീനിവാസൻ്റെയും നിങ്ങളുടെ ഇടയിലേക്ക് 1-2 പേര് കടന്നു വരും. ആരാന്നറിയോ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇനി വരുന്ന മനോഹരമായ ഗാനങ്ങൾ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങളുടെ കൂടെ റീനു, എൻ്റെ കൂടെ വിനീത് ശ്രീനിവാസൻ. വിനീത് ഹാഷ്യം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹി വാസ് ഇൻ ലവ് വിത്ത് എ ഗേൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ കോളേജ് കഴിഞ്ഞപ്പോൾ ഇവള് മറ്റൊരാളെ കല്യാണം കഴിച്ചു പോയി. ഇപ്പോൾ പ്രിയ എന്നൊരു കുട്ടി ഇവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുക. എന്നാൽ ആദ്യത്തെ ആ ബ്രേക്കപ്പ് അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ഇനി ഒരു റിലേഷൻഷിപ്പിലാവാൻ പേടിയാന്ന് അവൻ പറയുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു. അയാൾ കടന്നുപോയിട്ടുള്ളൊരു മെൻ്റൽ ട്രോമ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് യു ഷുഡ് ബിലീവ് ഇൻ ലവ് ആൻഡ് യു ഷുഡ് ഗോ ഓൺ വിത്ത് ഇറ്റ് ആൻഡ് ഫേസ് ഓൾ ദ പ്രോബ്ലംസ് ആൻഡ് ഗെറ്റ് മാരിഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അയാളുടെ മെൻ്റൽ ട്രോമ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. I think he would have his reasons to not to believe in what he doesn't believe in. പക്ഷേ പ്രണയത്തിൽ നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം ആശയം ആലോചിച്ചാൽ മതി. ട്രൂ വിനീത്. പലപ്പോഴും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് റീനു പറയാറുണ്ട്, ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ പ്രണയത്തിൽ വരും എന്ന് വെച്ച് ആ പ്രണയത്തെ അങ്ങനെ തന്നെ വെറുക്കരുത്. ഈ കുട്ടി ഹാഷിമിനുള്ള കുട്ടിയാണെന്ന് കണ്ടുപിടിക്കൂ. ആ കുട്ടിയോട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും തുറന്നു പറയണം, പ്രണയിക്കണം. ആൻഡ് യു ഓൾ കീപ് ലിസണിങ് ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനീത് ശ്രീനിവാസൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ചിലപ്പോഴൊക്കെ ഒരുപാട് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ നമ്മൾ പ്രണയിക്കാറ്. എന്നാലും പറ്റിക്കപ്പെടാറില്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു വിനീത് ശ്രീനിവാസന്റെ അടുത്ത് ചോദിക്കുക, ഹാവ് യു എവർ ബീൻ ചീറ്റഡ് ഇൻ ലവ്? നോ, ഐ ഹാവ് നോട്ട്. ഇങ്ങോട്ട് ആരെങ്കിലും പറ്റിച്ചു പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? അവരുടെ സിറ്റുവേഷൻ ആയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ട 2-3 പെൺകുട്ടികൾ, ഒരാൾ അപ്പം തന്നെ ഐ ഓൾവേസ് സോ യു ആസ് എ ബ്രദർ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ 2 പേര് കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. അവരുടെ സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ അതങ്ങനെയാണ്. ദേ ഹാവ് നോട്ട് ചീറ്റഡ്. അതായത് ഒരു ബ്രേക്കപ്പ് ഒരു തരത്തിലെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയാ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമല്ലേ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് പെയിൻ. ഹൗ ഡിഡ് യു ഗെറ്റ് ഓവർ ഇറ്റ്? ടൈം ഹീൽസ്. വിനീത് എന്തെങ്കിലും ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനങ്ങനെ ഭയങ്കര ചീറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത് അത് ഗ്രാജ്വലി ഫേഡ് ഔട്ട് ആയിട്ടുണ്ട്. അതൊരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ട്രൂ ലവ്.